അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വെരി ഹാപ്പി ഓണം വിഷസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇസ് ഓണം വ്ളോഗ് ട്ടോ. ഞങ്ങളുടെ ഓണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെറുതായിട്ട് സിമ്പിളായിട്ടൊരു സെറ്റ് മുണ്ട് പുളിയിലക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് പുതിയതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഓണം ലുക്ക് അതിന് വേണ്ടിയിട്ട് പൂക്കളൊക്കെ ഇടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സെറ്റ് മുണ്ട് എടുത്ത് കൊടുത്തതാണ്. ഞാൻ ഇത്തവണ ഓണത്തിന് സെറ്റ് മുണ്ട് സാരി സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ടിരിക്കാമല്ലോ അങ്ങനെ. അപ്പോൾ രാവിലത്തെ നമ്മുടെ പരിപാടി, ചേട്ടൻ ഇപ്പോൾ എത്തും, പൂക്കളിടണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമുക്ക് ലഞ്ച് കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പരിപാടി എന്താ, അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല, ട്രാവൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ബാക്കി നമ്മുടെ ഡേ എന്ന് പറയണത്. സോ നമ്മുടെ ഒരു അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്ന ഒരു ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഹാപ്പി ഓണം വൺസ് അഗെയിൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആൻഡ് ദിസ് ഇസ് അവർ ബേബി ബംപ്. ഇപ്പോൾ നാളെ തൊട്ട് എനിക്ക് 36th വീക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. ഇന്ന് ഓണം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആസ് ഓൾവേസ് പഴം, പപ്പടം ആൻഡ് കായ വറുത്തത്. ഇത് മൂന്നുമാണ് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ഓണത്തിന്. പൂവ് നേരെയാക്കാൻ ഇല പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അമ്മ ഈ ഇല പൊട്ടിച്ചൂടെ? ദിസ് വൺ പൂവ് വയ്ക്കാൻ കറിയുണ്ടോ? കത്തി വേണല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന ഓൾമോസ്റ്റ് നന്നാക്കി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എത്തി. ചേട്ടൻ ഒരു 9 o'clock കൂടി എത്തി. അപ്പോൾ അത് ഇറങ്ങിയോട് കൂടി ചേട്ടൻ ഔട്ട്ഫിറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു ചേട്ടൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണേ. പിന്നെ അതാ ഞങ്ങൾ വേഗം പൂക്കളിടാനായിട്ട് തുടങ്ങാനാണ് കേട്ടോ. പൂക്കളിട്ടിട്ട് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം ഞാനും ചേട്ടനും പൂക്കളിടാനായിട്ട് ഇരുന്നു കേട്ടോ. അമ്മ ഫൈനൽ കുക്കിങ്ങിലാണേ, പായസം ഉണ്ടാക്കൽ മാത്രമാണ് ഇനി ഉള്ളൂ. അപ്പം അമ്മ അതിൻ്റെ പണിയിലാണ് കേട്ടോ. ഇതെന്താ അവിടെ ഇടണേ? അവിടെ ഇടാനാ? അപ്പൊ നടക്കാൻ സ്പേസ് ഉണ്ടാവും. കഴിച്ചു എക്സ്പ്രഷൻ മുഴുവൻ മാറി. മാമേനെ വിളിച്ചു നോക്കിയേ. അക്കുന്റെ അടുത്ത് പോയാ ഇന്നലെ ഞാൻ മാലേച്ചോടെ കുറ്റിക്ക് പോയപ്പോട് ദച്ചുവിനെ കണ്ടുവെച്ചോട് അവൻ ചോദിക്കും എന്റെ അടുത്ത് ഇരുന്നേ ദച്ചുവിനെ കണ്ടുവെച്ചു. ദച്ചു എന്താ വരാത്താവോന്നോട്. ഞങ്ങള് കല്യാണത്തിന് പോയി, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. മാമേനെ വിളിച്ചു നോക്കിയെന്നു. കീർത്തി വന്നോ? അവിടുത്തെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാൻ. എന്താ വില്ലത്തി ആനിവേഴ്സറി കേട്ടൊന്ന് കിരണ്ടേ, ചേച്ചി ചേട്ടന് കിരണ്ട ഏഷ്യന്റെ ഒരു സാ അപ്പോൾ ഇത് ഞങ്ങളുടെ താത്തു ആതിരേച്ചി ആൻ്റെ ഉണ്ണിയാണ് കേട്ടോ. താത്തു ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട്.
താത്തു എന്നല്ല കേട്ടോ, താത്തുന്ന് ഞാൻ വിളിക്കണതാ. എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ വിളിച്ച് ശീലിച്ചതാ. കാർത്തിക് എന്നാണ് പേര്. പക്ഷേ എനിക്ക് അതിൽ എളുപ്പമായിരുന്നു താത്തു. അതുകൊണ്ട് ഞാൻ വിളിച്ച് ശീലിച്ചപ്പം പിന്നെ ആ ഭാഗക്കാരെല്ലാവരും അങ്ങനെയാണ് വിളിക്കണേ. സോ താത്തുവും ആദരിച്ചൊക്കെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാ കേട്ടോ. അവിടെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടാവും. രാവിലെ എടുത്തിട്ടേ അങ്ങനെ അപ്പൊ അനിയത്തിയും അലീനൊക്കെ അവരൊക്കെ ഇവിടെ ഫുഡ് അവിടെ ഞങ്ങൾ അവിടെ ചെയ്യുന്ന പോലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് അമ്മയുടെ വീട്ടിൽ പോയി കഴിക്കും. ശരി ശരി ഓക്കെ. അതെ കട്ട് ചെയ്ത അമ്മ വെറുതെ അമർത്തിയാ മതി അമ്മ. ഓക്കെ ബൈ. അതല്ല കയ്യിലൊരു സാധനം ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ അങ്ങനെ ഞങ്ങൾ പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറിയച്ചൻ എത്തിയിരുന്നു കേട്ടോ. ചെറിയച്ചൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയനാണ്, എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ്. പിന്നെ നമ്മൾ വേഗം തന്നെ ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് മുൻപ് വിളക്കത്ത് വിളമ്പാനായിട്ട് അമ്മ വിളക്കെടുത്തിട്ട് വരികയാണേ. അങ്ങനെ വിളക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പി തുടങ്ങി. അങ്ങനെ ഒരുപാടധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത്. പിന്നെ അച്ഛന് കുറച്ച് ഓണത്തിന് വേണം നിർബന്ധമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ വിളമ്പിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ വിളക്കത്ത് വിളമ്പണതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു സദ്യയാണേ. അങ്ങനെ നമ്മളൊരു 11:30 കൂടി ഫസ്റ്റ് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങുകയാണേ. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും 12 ആയി കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അവിടേക്ക് എത്താൻ നമുക്കൊരു 1.5 hours വേണമല്ലോ. അപ്പോൾ ലഗേജസ് ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ് നമ്മൾ. പിന്നെ ചെറിയൊരു ചെറിയ ഉണക്കോടി എടുത്തിരുന്നു, അപ്പോൾ അത് കൊടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ബാഗൊക്കെ എടുത്തില്ലേ? ശരി ജോർജ ബൈ. ശരി ഇന്നാണോ പരിപാടി? നോക്കണോ കായോ എന്നുള്ള പോലെ. സുന്ദരി ഉണ്ടല്ലോ. ബൈ ബൈ. പോവാ. ഹാപ്പി ആണോ? നീ പ്രസവിച്ചിട്ട് കാണാം. നീ പ്രസവിച്ചിട്ടാ വരുള്ളൂ. ആയി. ബൈ ബൈ. അങ്ങനെ നമ്മളിതാ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനാട്ടോ. ആക്ച്വലി ഇപ്പം എത്താറായി. എനിക്ക് കയറിയപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അപ്പോഴൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ പുള്ളെത്തിയിരിക്കുകയാണ്. ഇനി വീട്ടിലേക്കൊരു 5 minutes നമ്മളെത്തും. അപ്പോൾ യെസ്, ഇനി ഇവിടുന്ന് നമുക്ക് ലഞ്ച് കഴിക്കണം. അവിടെ എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടാവും. സോ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സുന്ദരനായിട്ടല്ലോ ചേട്ടാ, ഷർട്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാവരും എത്തിയിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പൂക്കളം, സിമ്പിൾ പൂക്കളാണ്. ബിക്കോസ് ഞങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു സിമ്പിൾ പൂക്കളായിരുന്നു. അടുത്ത വർഷം നമ്മൾ തകർക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണേ. ഇവിടെ അച്ഛനും അമ്മയും കഴിച്ചിട്ടില്ല, ബാക്കി ഞങ്ങളൊക്കെ ഓരോരുത്തരിൽ നിന്നും കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മാമിക്ക് വേറെ പോയി കഴിക്കാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാനിരിക്കാം. വായിലേക്ക് അത് നിങ്ങൾ തല കൂട്ടിടിച്ച് വീഴായിരിക്കും. ഹലോ ഹായ് 10 minutes ഞാനാക്കില്ല.
അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ഒരു ബഹളമായിരുന്നു. ഓണപ്പുടവ കൊടുക്കലായിരുന്നു കേട്ടോ. എല്ലാവരും കയ്യിലെടുത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. അങ്ങനെ ഓണപ്പുടവ എനിക്ക് എല്ലാ ക്ലിപ്പിങ്സും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, കുറച്ച് പോർഷൻസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണപ്പുടവയൊക്കെ കൊടുത്ത് ഹാപ്പി ആയി കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞപ്പോഴേക്കും മാമിയുടെ വീട്ടിലോട്ട് പോവാണേ. നമുക്കിനി അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കണം. പിന്നെ അമ്മമ്മയും അമ്മമ്മയുടെ അവിടേക്ക് പോവാണ്. നമ്മുടെ അമ്മമ്മയുടെ വീട് ആലപ്പാടാണ് കേട്ടോ. സോ അവിടേക്കാണ് നമ്മളിനി പ്രോഗ്രാം കാണാൻ പോണത്. അപ്പോൾ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അമ്മമ്മയ്ക്ക് വേഗം എത്തണം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മയും പോവാണ് കേട്ടോ. അവർക്ക് ഇതിലേക്ക് നിങ്ങളിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾ റൂമിലേക്കകത്ത് അവിടേക്ക് മെഡിസിൻ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എളുപ്പമുള്ള കാര്യം നല്ലത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഡെലിവറി ടോക്സ് ആയിരുന്നു കേട്ടോ അങ്ങോട്ട്. ബിക്കോസ് ഇവിടെ അമ്മു ചേച്ചി പ്രഗ്നൻ്റ് ആണ്, എൻ്റെ ഡെലിവറി ആവാറായി. അപ്പോൾ മൊത്തത്തിൽ ഇനി വീട് മൊത്തത്തിൽ അങ്ങനെ പ്രിപ്പയർ ആവണമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സംസാരങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ ആലപ്പാടേക്ക് പോവാണ് കേട്ടോ. ആലപ്പാടാണ് ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാം ഉള്ളത്. സോ അങ്ങോട്ട് പോവാണ്. നമ്മുടെ അച്ഛനാണ് ആങ്കർ ചെയ്യണത്. അപ്പോൾ അച്ഛനെ അമ്മു ചേച്ചി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇങ്ങനെ ആങ്കർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് പരിപാടി എവിടെ പുറത്തോ അടി തട്ടണം നോക്കണേ ചേട്ടാ, അടി തട്ടണം നോക്കണേ. എന്റെ അമ്മനെ നോക്കിക്കോട്ടെ നീ. ഇന്ന് പ്രസവിക്കോ നാളെ പ്രസവിക്കോന്ന് അറിയാത്ത അഞ്ചനോട് നോക്കാം. അപ്പൊ ചാറ്റ നാളെ നേരത്തെ വന്നോളാം. അങ്ങനെ വിഷ്ണുവേട്ടൻ നമ്മളെ ആക്കിയിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അമ്മു ചേച്ചി കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എന്നോട് നോക്കണം പറയണത്. ഞാൻ ഡെലിവറി കഴിയണവരെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ പിന്നെ അമ്മമാർ രണ്ടുപേരും ഓട്ടോയിലോട്ടോ. നമ്മളെല്ലാവരും കൂടി കാറിലിരുന്ന് വരുമ്പോൾ ടൈറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും ഓട്ടോയിലാണ് വന്നത് കേട്ടോ. നമ്മളിപ്പോൾ സമാജത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡാൻസ് ക്ലാസ് കേക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ഇവിടെ നിന്ന് ഓണം പ്രോഗ്രാം ഉണ്ട്. ആലിംഗലമ്മ എന്ന് പറഞ്ഞ അവരുടെ പിന്നെ 2-3 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ വട്ടക്കളി, തിരുവാതിരക്കളി അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ആ പ്രോഗ്രാം എല്ലാം ആങ്കർ ചെയ്യണത് അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ആക്ച്വലി ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഡാൻസ് ചെയ്യാനുള്ള സ്പേസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ എത്തണേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര നേരം. എനിക്ക് അമ്മു ചേച്ചിക്കും എവിടെ അമ്മു ചേച്ചി ഒരു ഹായ് പറയൂ. എനിക്ക് അമ്മു ചേച്ചിക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ പറ്റുന്നവരെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പേസ് കാണിച്ചു തരാം. പിന്നെ അമ്മമാരും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമാരും അമ്മമ്മയൊക്കെ മുമ്പിലിരിക്കണ്ടേ. അപ്പോൾ ഇതാണ് പെർഫോമൻസ് നടക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാനുള്ള സ്പേസും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഡാൻസിനുള്ള അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടായിരുന്നു. ദിവ്യാനന്ദ സ്വാമികൾ ഇതിന് മുഖ്യ പ്രഭാഷണം നടത്തി. SNDP ബോർഡിന്റെ മെമ്പർ ഷിജി തില്ലാടി, SNB സമാജം പ്രസിഡന്റ് പ്രതീഷ് തട്ടാമ്പറമ്പിൽ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ. പിന്നെ അങ്ങോട്ട് ഓരോരോ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 4 ഗ്രൂപ്പിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒന്നും നമുക്ക് ഒറിജിനൽ ഓഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡിലാണ് കേട്ടോ ഇട്ടിരിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ സമാജം. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മൾ ഡാൻസ് ക്ലാസ് എടുക്കുന്നത് ഇവിടെയാണ്. സോ നിങ്ങൾക്കത് ഫെമിലിയർ ആയിരിക്കും നമ്മുടെ വിദ്യാരംഭം വ്ളോഗ്സിലൊക്കെ. അപ്പോൾ അവിടുത്തെ പൂക്കളാണിത്. പിന്നെ ഞാനും അമ്മു ചേച്ചിയും കുറച്ച് നേരം നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നടക്കലും പിന്നെ സമാജത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവാതിരക്കളിയും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്മമ്മയുടെ വീട് അവിടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. തിരുവാതിര ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ഇടുന്നില്ല കേട്ടോ. ഒരു ദൈവിക കലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടിട്ട് അതിനങ്ങോട്ട് നശിപ്പിക്കേണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇവരുടെ ഈ പ്രോഗ്രാമിന് വട്ടക്കളി എന്നാ പറയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അത്ര കറക്റ്റ് അല്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ഇവർ ചെയ്യുന്ന ആ ഒരു ട്രഡീഷൻ ഭയങ്കര പ്ലീസിങ് ആണ് കേട്ടോ. അതായത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ ആർട്ട് ഫോം ആണ് അവർ ചെയ്യണത്. അവർ ഗുരുവിൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതും ആൻഡ് അവർ ആ ലൈൻ ഫോം ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആൻഡ് ഇവർ പാടിയാണ് അത് കളിക്കുന്നത് കേട്ടോ. ശിവ
ഈ പ്രോഗ്രാം തുടങ്ങിയപ്പം കുറച്ച് നേരം വരെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അമ്മമ്മയുടെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ് കേട്ടോ. സോ ഞാനും അമ്മു ചേച്ചി പിന്നെ ഇതാ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുണ്ട് അഖില ഞാനും ഒരേ സമയത്താണ് കേട്ടോ ഡ്യൂ ഡേറ്റ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആലിംഗലമ്മ എന്ന് പറഞ്ഞ ആ ടീമിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിന് വീരനാട്യം എന്നാണ് പറയണത്. അവർ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ടിൽ ദി എൻഡ്. 3 hours അവർ കളിച്ചു. നമ്മളത് മുഴുവനൊന്നും കാണാൻ നിന്നില്ല. പക്ഷെ എല്ലാവരും പറയായിരുന്നു ആ 3 hours കളിച്ചിട്ടും അവരുടെ ആ എനർജി എൻഡ് വരെ അവർ ഭയങ്കര ഹാപ്പിയായി ചിരിച്ച് നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ അവർ ചെയ്യണത്. അങ്ങനെ അവരുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തത് 8 മണിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേര് വന്നിരുന്നു. ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിന്ന് കാണലായിരുന്നു. അപ്പം ഞങ്ങൾ സമാജത്തിൻ്റെ ഒരു സൈഡിലിരുന്നു. ഇടയ്ക്കൊന്ന് പോയി നോക്കും വരും അങ്ങനെയായിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ ചെറിയ മാമനും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് അമ്മോട് സംസാരിക്കുകയാണേ. അങ്ങനെ ഞങ്ങളൊരു 9:30 കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവരുടെ പെർഫോമൻസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. 11 വരെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്രയും നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞാനും അമ്മയും അമ്മു ചേച്ചിയാണ് ഇപ്പോൾ പോകുന്നുള്ളൂ. പിന്നെ രാധമ്മയും അച്ഛനും ആങ്കറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു അടിപൊളി ഓണം ഡേ. ഹോപ്പ് യു ഓൾസോ ഹാഡ് എ വണ്ടർഫുൾ ഡേ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.